Okay, children. In last class, we end up our discussion with this point, family planning for a comfortable life, which are the different methods of family planning, as well as the first one, which are the features of an ideal contraceptive. Ideal contraceptive. The contraceptive means what is contraceptive methods? The methods used to prevent unwanted pregnancies. The contraceptives are the methods used to prevent unwanted pregnancies. ഇപ്പം രണ്ട് മക്കളുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വേണം. ഒരു കുഞ്ഞുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി അടുത്ത കുഞ്ഞ് എന്ന് അച്ഛനമ്മമാർക്ക് തീരുമാനിക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്ന മെത്തേഡ്സിനെയാണ് ഗർഭനിരോധന മാർഗങ്ങൾ അഥവാ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയാം. ഇപ്പോൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഏതൊക്കെ മെത്തേഡ്സിന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഒരു നല്ല കോൺട്രസെപ്റ്റീവ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ്, ഒരു 7 ഫീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ് യൂസർ ഫ്രണ്ട്ലി, അറിയാലോ, ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. അവൈലബിൾ, ഈസിലി അവൈലബിൾ. ആൻഡ് എഫക്റ്റീവ്, ഉപയോഗിച്ചതുകൊണ്ട് ഗുണം ഉണ്ടാവണം, എഫക്റ്റീവ്. ആൻഡ് വാട്ട് ഈസ് ദിസ് പോയിന്റ്? റിവേഴ്സിബിൾ. അപ്പം ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി ഇത്രയും ഗ്യാപ്പ് വേണ്ട, നമുക്കൊരു കുഞ്ഞ് ആകാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ മെത്തേഡിനെ മാറ്റിയാൽ വീണ്ടും പഴയ രീതിയിൽ ഉള്ള കണ്ടീഷൻസ് വരണം. അതാണ് റിവേഴ്സിബിൾ. അപ്പം അങ്ങനെയുള്ളത് നല്ല ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്, അതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവരുത്. അഗെയിൻ നോട്ട് ഇൻ്റർഫിയർ വിത്ത് സെക്ഷൽ ഡ്രൈവ്, അവരുടെ സെക്ഷൽ ലൈഫ് ഹാപ്പി ആയിട്ട് ഇരിക്കണം. ആൻഡ് എഫക്റ്റീവ് ഫോർ പ്രിവെൻറ്റിങ് STD. STD മീൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പകരാതെ നോക്കുന്നതും കൂടിയായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈസ് എ വെരി ഗുഡ് കോൺട്രസെപ്റ്റീവ്. ഓക്കെ, അപ്പോൾ ഒരു സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്യാതെ തടയുന്ന എല്ലാ മാർഗങ്ങളെയും എന്ത് പേര് പറയാം? കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയാം. ഇതൊരു നല്ല ടേബിളാണ് ഫോർ സ്റ്റഡിയിങ് ദ ഡിഫറെൻറ്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ കാണാം, ദേ ആർ 2 നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്. നാച്ചുറൽ എന്ന് വെച്ചാൽ ദ ട്രഡീഷണൽ മെത്തേഡ്, അതായത് വേറെ പ്രകൃതിയാലുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് സ്വയമേ നടത്താവുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഇവിടെ വേറെ ഒന്നും നമ്മൾ അഡീഷണലായിട്ട് ഉപയോഗിക്കണമൊന്നുമില്ല, ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യം ഇല്ല എന്നർത്ഥം. അപ്പോൾ വിച്ച് ആർ ദ നാച്ചുറൽ മെത്തേഡ്സ്? ദേ ആർ 3. ഓക്കെ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, ലാക്ടേഷണൽ അമിനോറിയ, വിഡ്രോവൽ ഓർ കൊയിറ്റസ് ഇൻ്ററപ്റ്റസ്. ഈ പേരുകൾ ഒരു കുറച്ച് പ്രാവശ്യം എഴുതി ഒന്ന് പഠിക്കുക. പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, ആബ്സെൻ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല, ഇടയിൽ നിർത്തിവെക്കുക എന്നർത്ഥം. വിഡ്രോവൽ ഓർ കൊയിറ്റസ് ഇൻ്ററപ്റ്റസ്. കൊയിറ്റസ് പരിചയമുള്ള വേർഡാണ്, സെക്ഷൽ ഇൻ്റർകോഴ്സാണ്. ഇൻ്ററപ്റ്റസ് ഇടയിൽ അതും ആ കൊയിറ്റസ് നിർത്തുക. ദെൻ ലാക്ടേഷണൽ അമിനോറിയ, ലാക്ടേഷൻ പാലുമായി ബന്ധപ്പെട്ടതാണ്, ലാക്ടജൻ അല്ലേ. ലാക്ടേഷണൽ അമിനോറിയ ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത് ഇത് പഠിക്കാൻ കാണാതെ ഇങ്ങനെ പഠിക്കുമ്പോൾ അത് ഓർമ്മയിൽ വരാനായിട്ടാണ്. ദെൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയുമ്പം വേറെ ചില മാർഗങ്ങൾ അതിലുപയോഗിക്കുകയാണ്. പ്രകൃതിയാൽ ഉള്ളതല്ല, വേറെ ചില മാർഗങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു, അഡീഷണൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു എന്നർത്ഥം. They are barriers, IUD, then surgical or permanent method, then oral pills, then implant and injectables. നോക്കാം, ബാരിയർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ ബാരിയേഴ്സ്? കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പേരുകൾ ബാരിയറിൻ്റെ എക്സാമ്പിളായിട്ട് പഠിക്കാറുണ്ട്. കോണ്ടംസ്, ഡയഫ്രം, വോൾട്ട്, സെർവിക്കൽ ക്യാപ്പ്.
condom, diaphragm, vault, cervical cap. Then IUD. IUD ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറയും. യൂട്രസിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നതാണ്. ദേ ആർ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375, പ്രൊജസ്റ്റാസേർട്ട്, LNG-20. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഇതൊക്കെ ചോദിക്കുന്ന ഒന്നാണ്. ഇതിൽ ഈ 3 ഒരു ടൈപ്പും അടിയിലുള്ള 2 വേറൊരു ടൈപ്പുമാണ്. അപ്പോൾ 5 ടൈപ്പ് ടുഗദർ IUD ഉണ്ട്. ഇനി നമുക്ക് ഈ 3 നോക്കാം. ഇവർ 3 പേരും ഹോർമോൺസ് കൊണ്ട് നിയന്ത്രിക്കുന്ന ചില മാർഗങ്ങളാണ്. ദറ്റ് ഈസ് ഓറൽ പിൽസ്, ഗുളികകളാണ്. നമ്മൾ വായിൽ കൂടി ഇട്ടിട്ടല്ലേ ഗുളിക കഴിക്കുക. ദെൻ ഇഞ്ചക്ഷൻ പരിചയമുള്ള ടേമല്ലേ, ഇഞ്ചക്ട് ചെയ്തിട്ട്. ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അകത്ത്, ഇപ്പോൾ തൊലിയുടെ ഉള്ളിലൊക്കെ ഒരു സ്റ്റിക്ക് പോലൊരു സാധനം നിക്ഷേപിക്കുക. അങ്ങനെ അതിനെയാണ് ഇംപ്ലാന്റ്. ശരീരത്തിനകത്ത് നിക്ഷേപിക്കുന്നതിനെ ഇംപ്ലാന്റ് എന്ന് പറയും. ഓക്കെ, ഹിയറിംഗ് ഇംപ്ലാന്റ് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളതിന് ഇംപ്ലാന്റ് പറയും. ഇനിയുള്ളത് സർജറി എന്ന് വെച്ചാൽ കീറി മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു പെർമനന്റ് മെത്തേഡും കൂടിയാണ് കേട്ടോ. ഇനി മക്കളെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്കാണ്. ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മാർഗമാണ്, പെർമനന്റ് മെത്തേഡാണ്. ദർ ടു വാസക്ടമി ആൻഡ് ട്യൂബക്ടമി. ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് ഇല്ലേ, പ്രകൃതിയാലുള്ള മാർഗം. ഇവിടെയുള്ള കാര്യം എന്താ? അവോയ്ഡ് ചാൻസ് ഓഫ് മീറ്റിംഗ് ഓഫ് ഗ്യാമേറ്റ്. അത്ര മാത്രമേ ഇവിടെ ചെയ്യുന്നത്. ഗ്യാമേറ്റുകൾ, ഗ്യാമേറ്റ് സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ചാൻസുകളെ അവോയ്ഡ് ചെയ്യുക. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, കാരണം അത് പ്രകൃതിയിലുള്ള മാർഗമാണ്. പക്ഷെ ഇവിടെ ചാൻസ് ഓഫ് ഫെയിലിയർ ഈസ് ഹൈ. ഇത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ രീതിയിൽ കൃത്യമായി ഗർഭനിരോധനം നടക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചാൻസ് ഓഫ് ഫെയിലിയർ ഈസ് ഹൈ. ഏതൊക്കെയാണ് പറഞ്ഞത്? പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഇടയ്ക്ക് നിർത്തിവെക്കുക. എന്തെന്ന്? സെക്ഷൽ ഇൻ്റർകോഴ്സ് നിർത്തിവെക്കുക. അവോയ്ഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഏത് സമയത്ത് നിർത്തിവെക്കുക? ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്, ദാറ്റ് ഈസ് ദ ഫെർട്ടൈൽ പീരീഡ്. എന്താ ഫെർട്ടൈൽ പീരീഡ്? ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 to 17th ഡേ, ഒരു 10 to 17th ഡേ. ഓക്കെ, ഇതൊരു മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ ഈ 10ാമത്തെ ദിവസം തൊട്ട് ഒരു 17 അല്ലെങ്കിൽ ഒരു 20 ദിവസം വരെയുള്ള ഒരു കാലഘട്ടം ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. കാരണം ഇതിൻ്റെ ഇടയിലാണ് ഇവിടെ എന്ത് നടക്കുക? ഓവുലേഷൻ നടക്കുക. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കുമ്പോൾ ഈ ഓവ് അവിടെ ഉണ്ടാവും. ഓവ് ഉണ്ടെങ്കിൽ, സ്പേം ആ ട്രാക്റ്റിലുണ്ടെങ്കിൽ എത്തിയാൽ അത് ഫെർട്ടിലൈസേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ സ്പേം ഉണ്ടെങ്കിൽ ആ സ്പേം ചിലപ്പോൾ അതിന് ഒരു 3 ദിവസമൊക്കെ ജീവനോടെ ഇരിക്കാം. അപ്പോൾ അത് വന്നിട്ട് ഫെർട്ടിലൈസ് ചെയ്യാം. അതുപോലെ ഈ ഓവം ഇവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ സ്പേം ഉണ്ടെങ്കിൽ അതിനും ഫെർട്ടിലൈസേഷൻ നടക്കാം. അതുകൊണ്ട് ഈ ഓവുലേഷൻ്റെ തൊട്ട അപ്പുറത്തും മുമ്പിലും പിമ്പിലുമുള്ള കുറച്ച് ദിവസങ്ങളെ എന്ത് പേര് പറയും? ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് എന്ത് നടക്കരുത്? ഒഴിവാക്കുക. പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതലായിട്ട് സേഫായിട്ട് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാവുന്നത് മറ്റേ ഓപ്പോസിറ്റ് സെഷൻ പീരീഡാണ്. ദെൻ വിഡ്രോവൽ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. അപ്പോൾ ഇവിടെ സെക്ഷൽ ഡ്രൈവിൽ ഏർപ്പെടും, പക്ഷേ പെനിസ് ഈസ് വിഡ്രോൺ ഫ്രം ദ വെജൈന ബിഫോർ ഇജാക്കുലേഷൻ. പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ആ സെമൻ ഇജാക്കുലേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. ഓക്കെ, അതുകൊണ്ട് നോ ഇൻസിമിനേഷൻ ഇസ് ഡൺ. വെജൈനയുടെ അകത്തേക്ക് സ്പേംസ് നോട്ട് ഡെപ്പോസിറ്റ്. അത് ഒരു ഫെർട്ടൈൽ പീരീഡിലാണെങ്കിലും അവർക്കത് കണ്ടിന്യൂ ചെയ്യാം, ഈ തരം സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഇവിടെ ആകെ ശ്രദ്ധിക്കാനുള്ളത് നോ ഇൻസെമിനേഷൻ, നോ ഡെപ്പോസിറ്റ് ദ സ്പേംസ് ഇൻ ദ വെജൈന എന്നാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് കോയിറ്റസ് ആണ് ഇൻ്ററപ്റ്റ് ചെയ്യുന്നത്. ഇനി ലാക്ടേഷനിൽ അമിനോറിയ. ഇത് സാധാരണ ഒരു ലാക്ടേറ്റിംഗ് മദർ, അതും ഡ്യൂറിങ് ദ ഇനിഷ്യൽ ഡേയ്സ് ആഫ്റ്റർ ഡെലിവറി. ഓക്കെ,
ഒരു 6 മാസമൊക്കെയാണ് ഇത് നിലനിർത്താൻ സാധിക്കുക. ആ സമയത്ത് എന്താ നടക്കുക, നോർമലി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഓവുലേഷൻ്റെ ചാൻസ് കുറവാണ്. പക്ഷെ ഇവിടെയും ലെസ് ചാൻസ് എന്നാണ്. ചില സ്ത്രീകളിൽ പ്രസവം നടന്ന ആദ്യത്തെ 28 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചിലവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യില്ല, കുറേ നാൾ നീണ്ടു നിൽക്കും. അപ്പം എന്തുകൊണ്ടാണ് അതിന് കാരണം? അവിടെ ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, ഇൻറ്റൻസ് ലാക്ടേഷൻ്റെ കാലഘട്ടത്തിൽ ഓവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല സാധാരണ. അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവിന് എന്ത് പേര് പറയും? ലാക്ടേഷണൽ അമിനോറിയ. ഡ്യൂറിങ് ഇൻറ്റൻസ് ലാക്ടേഷൻ ദർ ഇസ് ലെസ് ചാൻസ് ഫോർ ഓവുലേഷൻ. ഇനി നമ്മുടെ അടുത്ത മെത്തേഡാണ് ദ ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡ് ഇവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ അഗെയിൻ ദ മീറ്റിംഗ് ഓഫ് ഗാമേറ്റ് ഈസ് പ്രിവെൻറ്റഡ്, അത് തന്നെയാണ്. പക്ഷേ ഇവിടെ യൂസിങ് സം ആർട്ടിഫിഷ്യൽ മെത്തേഡ്, ദാറ്റ് ഈസ് ദ ബാരിയർ. പുറമേ ഉള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പുറമേ ഉള്ള വസ്തുക്കൾ? കോണ്ടംസ്, മെയിൽ കോണ്ടംസ് എന്ന് പറയും. കോണ്ടംസ് ഗർഭനിരോധന ഉറകൾ എന്ന് പറയും. കണ്ടില്ലേ, ഉറ പോലെ ഒരു സംഭവം. ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് റബ്ബർ ആൻഡ് ലാറ്റക്സ് ഷീറ്റ്. ഈ മെറ്റീരിയൽ മെയിൽസിലും ഉപയോഗിക്കാം, അതുപോലെ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ടൈപ്പ് കോണ്ടംസ് ഉണ്ട്, മെയിൽ കോണ്ടം ആൻഡ് ഫീമെയിൽ കോണ്ടം. ഓക്കെ, രണ്ടും ത്തിൻ്റെയും ഒരു പ്രത്യേകത, ദേ ആർ ഡിസ്പോസിബിൾ ആണ്. പിന്നെ ഓരോരുത്തർക്കും തനിയെ ഉപയോഗിക്കാം, ഡോക്ടറുടെ ഒന്നും ഹെൽപ്പ് ആവശ്യമില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി ഉണ്ട്. ഡിസ്പോസിബിൾ, ക്യാൻ സെൽഫ് ഇൻസേർട്ട് ആസ് വെൽ ആസ് മെയിൻറ്റെയിൻ പ്രൈവസി. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താ? ഇജാക്കുലേറ്റഡ് സെമൻ നോട്ട് എൻ്റർ ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്, ദാറ്റ് ഈസ് ദ ബാരിയർ ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു കവർ പെനിസ് ഇൻ മെയിൽ ആസ് വെൽ ആസ് കവർ ദ വജൈന ഇൻ ദ ഫീമെയിൽ. ഇത് നിരോധം എന്നുള്ളത് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ അടുത്തത് ഫീമെയിൽ ഉപയോഗിക്കുന്ന ഒരു 3 എണ്ണം ഉണ്ട്. ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട്. ഇത് മെയ്ഡ് ഓഫ് സിലിക്കൺ ഷീത്താണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ സെർവിക്സ് ടു കവർ ഇറ്റ്. ഇൻസേർട്ടഡ് ഇൻ ടു ദ സെർവിക്സ് ടു കവർ ഇറ്റ്. ഹെയർ അഗെയിൻ ബ്ലോക്ക് ദ എൻട്രി ഓഫ് സ്പേംസ് ആൻഡ് ആർ റീയൂസബിൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് റീയൂസ് ചെയ്യാം എന്നാണ്. അത് കഴുകി ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. ദ സ്പെർമിസിഡൽ ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ്, ചില പത പോലെയുള്ള വസ്തുക്കൾ, ദേ ആർ യൂസ്ഡ് അലോങ് വിത്ത് ദീസ് ക്യാപ്സ് ടു കിൽ സ്പേംസ്. അത് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഈ തരം മെറ്റീരിയൽസ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കും. അപ്പം അതിന് ചില പിക്ചേഴ്സ് നമ്മൾ പറഞ്ഞു. സ്പേംസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു വെച്ചാലും കുഴപ്പമില്ല. ഇറ്റ് കനോട്ട് എൻറ്റർ ഇൻ ടു ദ യൂട്രസ് ബിക്കോസ് ദ സെർവിക്സ് ഈസ് കവേർഡ്. And the penis is covered with in the male condom, it used as to cover the penis, hence the semen cannot pass out. These are the 2 type condoms used by male as well as the female. This condom is inserted into the vagina. Here this is the material, the cervical cap. The cervical cap is like with the diaphragm. That the spermicides, the creams or jellies can apply here and place the diaphragm or the cervical cap here. Okay. Then what is the next? IUD. IUD means intrauterine device. പേര് പോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് യൂട്രസിൻ്റെ അകത്താണ്, അകത്താണ്. ഇറ്റ് ഈസ് an ideal method to space children. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പിന് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് കപ്പിൾസിൽ ഉപയോഗിക്കാനായിട്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓരോന്നും എങ്ങനെയാണത് നടത്തുന്നത്, ആക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കിട്ടണ്ടേ. വിച്ച് ആർ ദ പ്രിവെൻറ്റീവ് മെത്തേഡ്സ്, ദ പ്രിൻസിപ്പിൾ. ദിസ് പ്രിവെൻറ്റ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. വളരെ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നമുക്കിത് പറഞ്ഞാൽ മതി. ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യും, ഇംപ്ലാന്റേഷനെയും പ്രിവെൻറ്റ് ചെയ്യും. മനസ്സിലായോ? നേരത്തത് മീറ്റിംഗ് ഓഫ് ഗാമേറ്റ് ആയിരുന്നു പ്രിവെൻറ്റ് ചെയ്തത്. ഇത് ഫെർട്ടിലൈസേഷനെയും പ്രിവെൻറ്റ് ചെയ്യും, ഇംപ്ലാന്റേഷനെയും. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യുക? സപ്രസ് ദ മോട്ടിലിറ്റി ഓഫ് സ്പേമിൻ്റെ മോട്ടിലിറ്റി നശിപ്പിക്കും.
and increase the fertilization capacity of sperm. Increase the fertilization capacity, decrease the fertilizing capacity of sperm. സ്പേമിൻ്റെ മോട്ടിലിറ്റി ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാതെയാവുമല്ലോ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യും. മാത്രമല്ല ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം. ഓക്കെ, എന്താ സംഭവം എന്നറിയോ? ഈ മെറ്റീരിയൽ ഇതാണ് ഒരു IUD എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഇതൊരു മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഓക്കെ, എനിവേ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ യൂട്രസിനകത്ത് നിക്ഷേപിച്ച ഈ മെറ്റീരിയൽ ഏത് പുറമേ എന്നുള്ളൊരു മെറ്റീരിയൽ യൂട്രസിൻ്റെ അകത്ത് വന്നാലും ആ യൂട്രസിൻ്റെ അകത്തുള്ള ലെയറിൻ്റെ പേരെന്താ? എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ഫാഗോസൈറ്റിക് ആക്ഷൻ ഇൻക്രീസ് ചെയ്യും. അത് അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഫോറിൻ മെറ്റീരിയൽ അല്ലേ ഇത്. അപ്പം അതിനെ പുറന്തള്ളണം എന്നുള്ള ഒരു ആക്ഷൻ ഇതിൻ്റെ ഈ എൻഡോമെട്രിയത്തിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫാഗോസൈറ്റിക് ആക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം. ആ നേരത്താണ് സ്പേംസ് ഇതിൽ കൂടെ അകത്തേക്ക് കടക്കുന്നത് എങ്കിൽ ആ സ്പേംസിനെ ദേ ട്രീറ്റഡ് ആസ് എ ഫോറിൻ മെറ്റീരിയൽ. അപ്പോൾ ദ സ്പേംസ് ഓൾസോ ഡൈജസ്റ്റഡ്. സിമ്പിൾ അല്ലേ? അതുപോലെ സ്പേംസിൻ്റെ അപ്പം അങ്ങനെ നശിപ്പിക്കുമ്പോൾ സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയും, അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. ഇൻക്രീസ് ദ ഫാഗോസൈറ്റിക് ആക്ഷൻ ആൻഡ് ഇറ്റ് ഫാഗോസൈറ്റ് ദ സ്പേം, അതിനെയൊക്കെ നശിപ്പിക്കും. ദെൻ ദ മോട്ടിലിറ്റി ഓഫ് സ്പേം ഡിക്രീസ്, ദെൻ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഡിക്രീസ്. ഓക്കെ, പിന്നൊന്ന്, ഇനി അഥവാ ഏതെങ്കിലും സ്പേം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അകത്ത് കയറി ഇവിടേക്ക് വരിക അല്ലെ ഓരോ മാസത്തിലും, അങ്ങനെയാണെങ്കിൽ ദർ ഇസ് മേ ബി ഓവം ആൻഡ് ദർ ഇസ് ചാൻസ് ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോഴും നമുക്കൊരു ഇതല്ലേ. അപ്പം ദാറ്റ് ഫെർട്ടിലൈസ്ഡ് ഓവം ഇവിടെ വരുമ്പോഴേക്കും എന്ത് നടന്നുണ്ടാവും? ഇവിടുത്തെ എൻഡോമെട്രിയത്തിൻ്റെ പൊളാരിറ്റി, ആ യൂട്രൈൻ ലൈനിങ്ങിൻ്റെ പൊളാരിറ്റി ഈസ് ടോട്ടലി ചേഞ്ച്ഡ് ബിക്കോസ് ഓഫ് ദിസ് ഡെപ്പോസിഷൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പൊളാരിറ്റി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇറ്റ് പ്രിവെൻറ്റ് ഇംപ്ലാന്റേഷൻ. ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു, പ്രിവെൻറ്റ് ഫെർട്ടിലൈസേഷൻ ആസ് വെൽ ആസ് പ്രിവെൻറ്റ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇത്രയും നല്ല ഒരു സംഭവം ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ അത് ആര് വേണം? ഡോക്ടേഴ്സ്. ആൻഡ് ഇൻസേർട്ടഡ് ത്രൂ ദ വജൈന. ദെൻ ടൈപ്സ് ഓഫ് IED. ഇതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സെക്ഷനാട്ടാ, ടൈപ്സ് ഓഫ് IED. 3 ടൈപ്പാണ്. ഇതാണ് ആദ്യത്തെ ടൈപ്പ്, ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ടൈപ്പാണ് നോൺ മെഡിക്കേറ്റഡ് ലൂപ്പ് എന്ന് പറയും. വെറുതെ ഒരു കോപ്പർ ടീ, അത് ഇങ്ങനത്തെ ഒരു ഷേപ്പായിരുന്നു. ആൻഡ് ദിസ് ടാഗ് പോലെ ഒരു സംഭവം അതിലേക്ക് ഫിറ്റ് ചെയ്യാനും അതിനെ തിരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ദെൻ കോപ്പർ റിലീസിങ് IUD. ഇതാണ് കോപ്പർ ടീ എന്ന് പറയുന്നത്. കോപ്പർ റിലീസിങ് IUD, മാക്സിമം കോപ്പർ അടങ്ങിയിട്ടുള്ള ഒരു വസ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഒരു T ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. കോപ്പർ 7, ഒരു 7 ആകൃതിയിലുള്ള കോപ്പർ 7. ദെൻ മൾട്ടി ലോഡ് 375. ഈ പിക്ചേഴ്സ് കാണിച്ചെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ചിത്രം ഓർമ്മ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ദെൻ ദ ലാസ്റ്റ് സെക്ഷൻ ഹോർമോൺ റിലീസിങ് IUD. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? കോപ്പറിന് പുറമെ ഇതിൽ ഹോർമോൺസ് ഉണ്ട്. പ്രൊജസ്റ്റാസേർട്ട്, LNG-20 എന്നൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. ഇതിലുള്ള ഈ ഹോർമോൺ കുറേശ്ശെ ഹോർമോണും കൂടി റിലീസ് ചെയ്യും. അപ്പോൾ ആക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊരു പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്ത ഒരു 3 മുതൽ 10 വർഷം വരെയൊക്കെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്യാപ്പ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാധാരണ ഒരു കപ്പിളിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് IUD. ദെൻ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സ്. മരുന്നുകൾ, ഹോർമോൺസ് എന്ന് പറയുമ്പം കെമിക്കൽസ് അല്ലേ. അപ്പോൾ കെമിക്കൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് മെഡിസിൻസ് ആയിട്ടാണ്. നമ്മൾ സാധാരണ ഏത് ഗുളിക കഴിക്കുമ്പോഴും ഗുളികയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഇതിലുള്ള ഈ ഗുളികയിൽ അല്ലെങ്കിൽ അതിൽ ഹോർമോൺ ഉള്ള കണ്ടന്റ് ഒന്നുകിൽ പ്രൊജസ്റ്റജൻ മാത്രമായിരിക്കും, ഈ ഹോർമോൺ മാത്രം, പ്രൊജസ്റ്റജൻസ്. അതല്ലെങ്കിൽ പ്രൊജസ്റ്റജൻ്റെ കൂടെ ഈസ്ട്രജനും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും. The drugs may be only contain progestogen or contain progestogen estrogen combination.
അപ്പം ഈ പ്രൊജസ്റ്റജൻ മാത്രമാവുമ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താ? അൾട്ടർ മ്യൂക്കസ് തിക്നെസ് ആൻഡ് പ്രിവെൻറ്റ് എൻട്രിയോസ്പേം. മ്യൂക്കസ് തിക്നെസ് എന്ന് വെച്ചാൽ സെർവിക്സ് നമുക്കറിയാമല്ലോ, സെർവിക്സിൻ്റെ അവിടെ കുറച്ചൊരു മ്യൂക്കസ് എപ്പോഴും ഉണ്ടാവും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ആ മ്യൂക്കസ് ഒരു സ്ലൈമി ആയിട്ടുള്ള ഒരു സെക്രീഷൻ, അതിൻ്റെ തിക്നെസ് കൂട്ടുമ്പോൾ സ്പേംസിന് അതിൽ കൂടെ കടക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് അത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് പ്രൊജസ്റ്റജൻ ഈസ്ട്രജൻ. ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കൂ. പ്രിവെൻറ്റ് ഓവുലേഷൻ. അപ്പം പിന്നെ ഓവം ഉണ്ടാവില്ല അല്ലേ? ഈ കേസിൽ ഓവം ഉണ്ടാവും, പക്ഷെ ഇവിടെ ഓവം പ്രിവെൻറ്റ് ചെയ്യും, അതിൻ്റെ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യും. മാത്രമല്ല എൻഡോമെട്രിയം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ സെർവിക്സ് മ്യൂക്കസ് നേരത്തെ പോലെ ചെയ്യും, കാരണം പ്രൊജസ്റ്റജൻ ഉണ്ടല്ലോ. ഇവിടെ എൻഡോമെട്രിയത്തിൻ്റെയും സ്ട്രക്ചർ മാറും. അപ്പോൾ ഓവുലേഷനും ഇല്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ എൻഡോമെട്രിയും ചേഞ്ച്ഡ് കണ്ടീഷൻ, അപ്പോൾ എന്ത് നടക്കില്ല? ഇംപ്ലാന്റേഷനും നടക്കില്ല. അപ്പോൾ 3 ലെവലിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. എൻട്രിയോസ്പേം നിർത്തും, ഓവുലേഷൻ നിർത്തും, അതുപോലെ ഇംപ്ലാന്റേഷൻ നിർത്തും. ഇത് സാധാരണ ഉപയോഗിക്കുക ഓറൽ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ ഗുളികയായിട്ട്, ടാബ്ലറ്റ്, പിൽസ് എന്ന് പറയും, ഗർഭനിരോധന ഗുളികകൾ. ഓക്കെ, ഈ ഗുളികകൾ ഒരു പ്രത്യേകത, ഒരു 21 ഗുളികകളാണ് അടങ്ങിയ ഒരു സ്ട്രിപ്പാണ്. അത് എന്താണ്, മെൻസ്ട്രേഷൻ കഴിയ മീൻസ് മെൻസ്ട്രൽ ഡേയ്സിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ ദിവസം ഓരോ ഗുളിക വെച്ച് 21 ദിവസം കഴിക്കണം. അതൊന്ന് ഇടയിൽ വെച്ച് നിർത്തിയാൽ ഈ പറഞ്ഞ പണിയൊന്നും നടക്കില്ല, അപ്പോൾ കോംപ്ലിക്കേഷൻസ് ആവും. അപ്പോൾ ഈ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് അത് നിർത്തിയ സമയത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യും? വീണ്ടും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ അവിടെയുള്ള മെറ്റീരിയൽസ് ഒക്കെ പുറന്തള്ളണതാണല്ലോ, അങ്ങനെ യൂട്രസിനെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ഈ ഗുളികകൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സഹേലി നമ്മൾ നേരത്തെ പഠിച്ചു, അത് വൺസ് എ വീക്ക് പിൽ, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി, കഴിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ഗുളികയും അതിലുണ്ട്. പിന്നെ ഇപ്പോൾ ഗുളിക കഴിക്കാനൊക്കെ ആൾക്കാർ മറക്കുന്നത് കൊണ്ട് ആൾക്കാർ ഇഞ്ചെക്ഷൻസ് ഉപയോഗിക്കാൻ തുടങ്ങി, ഇഞ്ചെക്റ്റബിൾ കോൺട്രസെപ്റ്റീവ്. അതും ഇഞ്ചെക്ഷൻ ഇപ്പോൾ ഇടയ്ക്ക് ഒരു 3 മാസത്തിലൊരിക്കലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിന് കൂടുതൽ എഫക്റ്റീവാണ് കേട്ടോ, ലോങ്ങർ എഫക്റ്റീവ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇംപ്ലാന്റ്സ് പറയുന്നത് ചില സ്റ്റിക്ക് പോലത്തെ മെറ്റീരിയൽസ് സ്കിന്നിൻ്റെ അടിയിൽ നിക്ഷേപിക്കും. അതിനകത്ത് ഈ ഹോർമോൺ ഉണ്ട്. അപ്പോൾ ആ ഹോർമോൺ ഈ ഗുളികയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് പോലെ ആ സ്റ്റിക്കിൽ നിന്ന് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കുറേശ്ശെ ലീക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇഫ് ആഫ്റ്റർ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എന്തെങ്കിലും ഒരു കാരണവശാൽ പെട്ടെന്ന് ഈ പറഞ്ഞ മാർഗങ്ങളൊന്നും ഉപയോഗിക്കാത്ത അവസ്ഥയിൽ പെട്ടെന്ന് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ വളരെ ഇപ്പോൾ കുട്ടികളുടെ കാലത്ത് റേപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടായ ആ ഒരു കണ്ടീഷൻ വളരെ സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ചെയ്യുന്നതാണ് അത്. ഏറ്റവും പ്രധാനം യൂസ് വിതിൻ 72 hours ഓഫ് കോയിറ്റസ് ആണ്. അതിനുള്ളത് ഈ ഗുളികകൾ തന്നെ അതിനുള്ളതുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ് ഈസ് IP. അഗെയിൻ ഈ കോമ്പിനേഷനുള്ള ഗുളികയാണ്, അത് കുറച്ചുകൂടി ഡോസൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ IUD ഉപയോഗിക്കും. IUD ഇൻസേർട്ട് ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. IUD ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഈ തരത്തിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ആ കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പില്ല് അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് വളരെ സൈഡ് എഫക്ട്സുകളുണ്ട്. ഹെവിയർ ബ്ലീഡിങ്, അപ്രാവശ്യം ഉണ്ടാകുന്ന മെൻസ്ട്രൽ വളരെ ഹെവിയർ ആയിരിക്കും. അതുപോലെ തന്നെ വേറെയും ചില കണ്ടീഷൻസ്, വോമിറ്റിങ് അങ്ങനത്തെയൊക്കെ ഉണ്ടാകും. ഇനി സർജിക്കൽ കോൺട്രസെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഒരിക്കലും മക്കളെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് സെക്ഷൽ ഡ്രൈവ് കൺട്രോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മാർഗമാണ് സർജിക്കൽ കോൺട്രസെപ്ഷൻ. ഇതിൻ്റെ അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്യണോണ്ട് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഇവിടുത്തെ പ്രിൻസിപ്പിൾ ബ്ലോക്ക് ഗ്യാമേറ്റ് ട്രാൻസ്പോർട്ടാണ്. ഗ്യാമേറ്റിനെ കടത്തിവിടാതെ തടയുക.
അപ്പോൾ ഗാമേറ്റില്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പെർമനൻറ്റ് മെത്തേഡാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, അതൊരിക്കൽ ചെയ്താൽ പിന്നെ വീണ്ടും മക്കൾ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. റിവേഴ്സിബിലിറ്റി പുവറാണ് എന്നാണ്. സർജിക്കൽ മെത്തേഡും അല്ലേ, പിന്നെ അത് കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചാൽ ചിലപ്പോൾ അവിടുത്തെ ടിഷ്യൂസൊക്കെ ഡാമേജ്ഡ് ആവും, പിന്നെ വീണ്ടും അത് തുന്നിച്ചേർക്കാൻ പണിയാണ്. ചില കേസുകൾ എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ചില കേസൊക്കെ അങ്ങനെ വീണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇൻ മെയിൽ വാസക്ടമി എന്നാണ് ആ ടേം പറയുക. ഇവിടെ എന്താ, സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡെഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ്. ഇവിടെ അത് റിമൂവ് ചെയ്യുക. വാസ് ഡെഫറൻസ് ഓർമ്മയുണ്ടല്ലോ, ടെസ്റ്റിസ് ശരീരത്തിൻ്റെ പുറത്ത് കണ്ടിരുന്നത്, അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ആ വാസ് ഡെഫറൻസ്, അത് സ്ക്രോട്ടം അല്ലേ, സ്ക്രോട്ടത്തിലായിരുന്നു ടെസ്റ്റിസ്. ആ വാസ് ഡെഫറൻസ് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ടൈഡ് ചെയ്ത് ഇങ്ങനെ മാറ്റി നിർത്തി. അപ്പോൾ ദർ ഈസ് നോ കണക്ഷൻ. The sperms are produced here and it move through the vas deferens, but it cannot expel through the later part of it, the duct. അപ്പോൾ the semen not contain the sperms. Okay. എന്നാൽ ഇവിടെ fallopian tube is removed. It is removed or tied and cut or banded. ഇങ്ങനെ ഒരു ബാൻഡ് ഇട്ടിട്ട് കെട്ടി വയ്ക്കുക. അപ്പം ഇതും ഈ പറയുമ്പോൾ ഇവിടെ ഏതിനെയാണ് കട്ട് ചെയ്തത്, ഫലോപ്പിയൻ ട്യൂബിനെയാണ്. അപ്പോൾ എന്താ പേര്, ട്യൂബക്ടമി എന്നാണ് ഇതിൻ്റെ പേര്, ട്യൂബക്ടമി. ഓക്കെ, വാസക്ടമി, ട്യൂബക്ടമി. എപ്പോഴും എക്സാമിന് ചോദിക്കും, ഈ ചിത്രം വന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നൗ ചിൽഡ്രൻ, കോൺട്രസെപ്ഷൻ, മേക്കിംഗ് ദ ചോയ്സ്. കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രാക്ടീസ്ഡ് അഗെയിൻസ്റ്റ് നാച്ചുറൽ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സ്. വൺ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ റീസൺ, അല്ലേ, എന്തെങ്കിലും ഒരു പേഴ്സണൽ റീസൺ കൊണ്ടുള്ളതാണ്, നാച്ചുറൽ ആയിട്ടുള്ളതിനെ ഒബ്ജക്റ്റ് ചെയ്യാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്, സ്പേസ് ചിൽഡ്രൻ ആസ് വെൽ ആസ് എ ടൂൾ ടു ചെക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പക്ഷേ കുറേ ഡിസഡ്വാൻറ്റേജസ് അതിനുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും, വോമിറ്റിംഗ്, പെയിൻ, ബ്ലീഡിങ്, ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഹെൻസ് ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഓക്കെ. Now we end up our discussion.